IPC 186 പൊതുപ്രവർത്തകന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടും. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്താൽ ഈ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ഇത്തരം നടപടികൾ ഉണ്ടാവണം. അതിപ്പോൾ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് 2023 അതിൽ സെക്ഷൻ 8 ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. സെക്ഷൻ 8 പറയുന്നത് ഈ യുത്തനേസിയ സംബന്ധിച്ചാണ്. When the central government or the state government who finds any animal which is so diseased that it can spread the disease in order to control such disease, and if the registered veterinary practitioner certifies that the animal is mortally injured or so severely injured or in such a physical condition that it shall be cruel to keep it alive, ഇങ്ങനെ ഒരു പ്രൊവിഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ യുത്തനേസ്യ അനുവദനീയമാണ്. ഇത് ഡിസീസ്ഡ് ആണ്, രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരും അതിലുൾപ്പെടും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുത്തനേസ്യയ്ക്ക് ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ ABC റൂൾ പ്രകാരമല്ല, ഈ ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അത് പ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമുള്ളൂ, വെറ്റിനറി സർജൻ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. യെസ്, അസുഖം ബാധിച്ചതോ രോഗം പരത്താൻ ഇടയുള്ളതോ ആയ നായക്കളെ ദയാവധത്തിന് ഇരയാക്കാമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കുന്നു. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടപ്പിലാക്കുക. ABC കേന്ദ്രങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നും മന്ത്രി പറയുകയാണ്. തെരുവ് നായ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം നടന്നു. അതിനുശേഷമാണ് ഈ തീരുമാനങ്ങൾ മന്ത്രി അറിയിക്കുന്നത്. 1,64,000 പേർക്ക് ഈ വർഷം ഇതിനോടകം കടിയേറ്റ് കഴിഞ്ഞു. ഈ നിലപാട് മതിയോ ഈ പ്രശ്നപരിഹാരത്തിന്? തെരുവ് നായ ശല്യം അനുദിനം വർദ്ധിക്കുമ്പോൾ ദയാവധം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. തെരുവ് നായയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് കൃത്യമായ മാതൃകയുള്ളവർ അവരൊക്കെ ഇന്ന് പൊതുവേദിയിൽ പ്രതികരണങ്ങളുമായി എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 4 മാസത്തിനുള്ളിൽ 1,31,000-ലധികം പേർക്ക് കടിയേറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ വിചിത്രമാണ്. 2024 3,16,000 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. 23 അത് 3,06,000 പേർക്കാണ്. 22 2,94,000 പേർക്ക് കടിയേറ്റു. അങ്ങനെ ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾക്ക് കടിയേൽക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 4 കൊല്ലമായി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ വിഷയം അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത്. ആദ്യം എന്നോടൊപ്പം ചേരുന്നത് ശ്രീ സന്തോഷാണ്, കൊച്ചുവേളിയിൽ നിന്ന്. സന്തോഷ്, ഈ തെരുവുനായയുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരാളാണോ? സാറേ, ഞാൻ ഈ 2-3 ദിവസം മുമ്പ് ഫേസ്ബുക്കിലും മറ്റൊക്കെ ഞാൻ ഒരു ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ നടക്കാൻ വേണ്ടി ശംഖുവത്ത് പോയപ്പോൾ ഒരു സ്ത്രീയെ ഒരു കൂട്ടം തെരുവുനായ ഓട്ടിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു കമ്പ് എടുത്തോണ്ട് അവരുടെ നല്ലൊരു വടി എടുത്ത് ഏകദേശം ഓടിച്ച് ആ സ്ത്രീയെ ഞാൻ അവിടെ രക്ഷപ്പെടുത്തി. പിന്നെ ഇതിപ്പോ ഈ തെരുവുനായക്കാർ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വളർത്തുന്ന വലിയ പട്ടികളുണ്ടല്ലോ, അത് വളർന്നു കഴിഞ്ഞ് അതൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും അതിനെ കൊണ്ടുവന്ന് കളയുന്ന ഒരു പ്രവണതയുണ്ട്. അസുഖബാധിത ആകുമ്പോൾ നായയുടെ ആ ഒരു ഭംഗിയൊക്കെ കുറയുമ്പോൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി അലക്ഷ്യമായി ഉപേക്ഷിക്കുക, പിന്നെ അത് തെരുവിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അസുഖബാധിതരാകുക, ആളുകളെ കടിക്കുക, അല്ലേ? പിന്നെ വേറെ ഒന്ന് ഞാൻ സാധിച്ച നമ്മൾ കൊച്ചുവേളി ഇൻഡസ്ട്രി ഏരിയയില് ഈ ഓപ്പറേഷൻ ചെയ്ത് വിട്ടെന്ന് പറഞ്ഞത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അത് ശരി. അപ്പോൾ ഈ ABC കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഒന്നും കാര്യമില്ലെന്നാണ് പറയുന്നത് അല്ലേ? ചുമ്മാതെ വലിച്ചിട്ട് വീഴും. അത് ശരി. ABC കേന്ദ്രത്തിൽ കൊണ്ടുപോയ ശേഷം പട്ടി പിന്നെയും പ്രസവിച്ചോ? ഞാൻ അവിടെ നോക്കും, ഒരു പട്ടി സാധാരണ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന അടയാളം കാണാം. അതേ കണക്ക് ഓപ്പറേഷൻ ചെയ്ത ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ദയാവധം കൊണ്ട് ഈ പ്രശ്നം തീരുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്റെ പൊന്നു സാറേ, ജനങ്ങളുടെ ഈ ന്യായം എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഈ നമ്മുടെ മന്ത്രിമാരും മറ്റുമെല്ലാം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. അപ്പൊ അതിനു വേണ്ടി തെരുവ് നായി അലഞ്ഞു നടന്ന് നമ്മുടെ ഈ മക്കളെ എല്ലാം കടിച്ച് കീറുന്ന ഈ തെരുവ് നായ്ക്കളെ തന്നെ കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. അല്ല ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് പറയാം. ഈ ദയാവധം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല പേപ്പട്ടി അത് ഏതാണ്, പേ ഇല്ലാത്ത ഏതാണെന്ന് ഒന്ന്. രണ്ടാമത്തെ വാക്സിന്റെ കാര്യം ഇപ്പൊ സംശയമാണ്. അതാണ് പറഞ്ഞ പച്ചവെള്ളം കുത്തിവെക്കുന്നതാണ് സംശയം. ഇത് കടിയേറ്റവരുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്കെടുക്കുമ്പോഴത്തേക്ക് 25 ലക്ഷത്തിലധികം മനുഷ്യർക്കും കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ ആയിട്ട് കടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് തന്നെ സാറേ, ഈ വനപ്രദേശത്ത് അങ്ങനെ ഒരു ശല്യം, നാട്ടിൽ ഇങ്ങനെ ഒരു ശല്യം, ആർക്കും അതിന് നടക്കാൻ വയ്യ. കൊച്ചുമക്കളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കടിച്ച് കീറി കൊല്ലും. യെസ്, അതാണ് സന്തോഷിൻ്റെ വ്യക്തിപരമായ അനുഭവം. വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും പങ്കുവെക്കാനുണ്ടാവും. ബിജു എന്നോടൊപ്പം ചേരുന്നുണ്ട്. ബിജു കോട്ടയം. ബൈജു കോട്ടയം. ബൈജുവിന് സമാനമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ ബൈജു? എനിക്ക് നേരിട്ടുണ്ടെന്ന് വെച്ചാൽ എന്റെ പശുക്കിടാവ്, അതായത് പോത്തുകിടാവിനെ പോലും ശരിക്കും മൃഗമായിട്ട് 1ഉം 2ഉം അല്ല 10-20 പട്ടികൾ ഒന്നിച്ച് കൂടി കടിച്ച് വലിച്ച് കീറി കളഞ്ഞിട്ടുണ്ട്. പശുക്കുഞ്ഞ് കുട്ടിയെ, അതായത് പോത്തുകിടാവിനെ. അത്ര അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് അക്രമം ഉണ്ടായാലും ഇത് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം കിട്ടുന്നുണ്ടോ ബൈജു? എനിക്ക് ഇതുപോലെ നഷ്ടപരിഹാരമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പക്ഷെ ഞാൻ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ തെരുവ് നായ്ക്കളെ വന്ധീകരണം ചെയ്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രത്യുൽപാദനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇതുങ്ങളുടെ ശൗര്യങ്ങൾ കൂടുകയാണ്, കുറയുന്നില്ല. ഇതുങ്ങളെ കൊല്ലുന്നില്ലല്ലോ. ഈ വന്ധീകരണ ശസ്ത്രക്രിയ നടത്തിയിട്ട് വീണ്ടും കൊണ്ട് വിടുന്ന തെരുവിലോട്ട് തന്നെയല്ലേ. അപ്പൊ ഇപ്പൊ ഒരു ദയാവധം നടപ്പിലാക്കാമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ശിഖണ്ഡികളെ നമ്മുടെ ബാംഗ്ലൂർ കർണാടകത്തിലെ കാണുന്ന പോലെ ശിഖണ്ഡികൾ എന്ത് ക്രൂരത കാണിച്ചിരുന്നാലും പ്രതികരിക്കില്ല എന്നൊരു അവസ്ഥ. വേറെ വിഷയം, നമ്മൾ പാവങ്ങൾ അവരുടെ കാര്യം പോട്ടെ, അത് എടുക്കണ്ട. അത് അല്ല എടുത്തതല്ല, ഞാൻ പറഞ്ഞ ആ ഒരു പൊസിഷനിലാണ് ശരിക്കും പറഞ്ഞ വന്ധീകരണ ശസ്ത്രക്രിയ. വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്തിട്ട് വീണ്ടും തെരുവ് നായ്ക്കളെ തെരുവിലോട്ട് തന്നെ വിടുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ അക്രമം കാണിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ട സീൻ ഇങ്ങനെയാണ്. ആ ഒരു ഇത്തിരിലത്തെ കുഞ്ഞിനെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞിട്ട് ഓടുന്ന സീൻ കണ്ട ശരിക്കും പറഞ്ഞ് ചങ്ക് പൊട്ടിപ്പോവും. എന്റെ കുഞ്ഞിനെയാണെങ്കിലോ സാറിന്റെ കുഞ്ഞാണെങ്കിലോ അത് ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കണ്ടില്ല. എന്റെ മോന് തെരുവ് ഇതുപോലെ ഒരു നായയുടെ കടിയേറ്റു. അന്ന് ഞങ്ങൾ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 5-6 വർഷമാവും. പക്ഷെ അന്ന് ഞങ്ങൾ വല്ലാതെ കുടുംബം അത് വല്ലാതെ ഭീതിയിലായി പോയി. കാരണം കുഞ്ഞാണ്, അവന് ഇപ്പോഴേ 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ 5-6 വർഷം മുമ്പെന്ന് പറയുമ്പോൾ സാധാ മറ്റേ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കടിയേറ്റത്. പിന്നീട് ഈ കുട്ടിയെ നിരന്തരം കൊണ്ടുപോയി കുത്തിവയ്പ്പ് നടത്തേണ്ട ഒരു സാഹചര്യവും അതിൻ്റെ വേദനയും ഒക്കെ സഹിക്കുമ്പോൾ അവനോട് ഇങ്ങനെ നമ്മൾ കരയാതിരുന്നാൽ ബർഗർ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി കുത്തിവയ്പ്പ് നടത്തി എൻ്റെ ഭാര്യയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ നായ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നിടത്തേക്ക് കൂടെ ഈ കുട്ടികൾ നടന്നു പോകുമ്പോൾ നായ കുട്ടികളെ കടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് നേരിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷമം എത്രയാണെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. പിന്നീട് ആ കടിയേൽക്കുന്നതിൻ്റെ വേദനയൊന്ന്, അതിനുശേഷം ഘട്ടം ഘട്ടമായുള്ള കുത്തിവെപ്പ്, അതിന് ഈ കുട്ടിയെ നിരന്തരം കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വളരെ വളരെ ദുഃഖകരമാണ്. ഏതായാലും വളരെ കൃത്യമാണ് ബൈജുവിൻ്റെ നിലപാട്. സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. സന്തോഷിന് വല്ലപ്പോഴും കടിയേറ്റിട്ടുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് നായ കടിയേറ്റിട്ടുണ്ട്. അതല്ലേ? പിന്നെ ഞങ്ങളുടെ നാട്ടില് ഒരു വീട്ടില് പിന്നെ ഒരു 4-5 പട്ടികളാണ് ആൾക്കാർ വളർത്തുന്നത്. അപ്പൊ അതിന് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാതെ ഇത് ടൗണിലേക്ക് ഇറങ്ങി ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നടന്നിട്ട് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ ഈ വിഷയം ഇന്ന് എടുത്തത് വളരെ ഉപകാരമാണ്. ഏതായാലും ഈ ദയാവധം കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് കരുതേണ്ടതുണ്ടോ ശ്രീ സന്തോഷ്? ഈ ദയാവധത്തില് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തില് നായ്ക്കളെ
ഇഞ്ചക്ഷൻ വെച്ചിട്ട് കൊല്ലുന്ന സമ്പ്രദായമുണ്ട് ഒരു 10-40 കൊല്ലം മുമ്പ്. അതെ അതെ. അന്ന് ഇങ്ങനെ കൊന്നിട്ട് അതിന്റെ വാല് മുറിച്ചിട്ട് പഞ്ചായത്തില് അത് എണ്ണിയിട്ടാണ് പൈസ. അന്ന് ചെറിയ പൈസയുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ നേരിട്ട് കണ്ടതാണ്. അപ്പൊ അതുപോലെ ചെയ്യുകയാണെങ്കിലേ ഇത് കാര്യമുള്ളൂ. അല്ലാതെ ഉള്ള കാര്യത്തില് വലിയ ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കൊണ്ടാണ്. സൂപ്പി വെള്ളമുണ്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. സൂപ്പി, വയനാട്ടിലൊക്കെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളം ഉണ്ടെന്ന് സൂപ്പി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ തെരുവുപട്ടികളുടെയും ശല്യം അവിടെ ഉണ്ടോ സൂപ്പി? നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ? സുഖമായിരിക്കുന്നു. എന്റെ അഭിപ്രായത്തില് അല്ല, ലക്ഷക്കണക്കിന് പട്ടികളെയാണ് ഇത് ഈ നാട്ടിൽ കൂടെ ഇങ്ങനെ വരുത്തുന്നത്. ഇപ്പൊ ഗവൺമെന്റ് പറയും ഞങ്ങൾ വന്ധ്യങ്ങളെ നടത്തിയിട്ടുണ്ട്. വന്ധ്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. പൊതുവെ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു അഭിപ്രായം പറയാം. പിന്നെ ഈ കാഞ്ഞിര എന്ന സാധനമുണ്ട്. ആ കാഞ്ഞിര ഇടിച്ച് വെള്ളം കൂടി കൊടുത്താൽ ഒരൊറ്റ പട്ടി ഉണ്ടാവില്ല. ഒറ്റ പട്ടി നാട്ടിൽ നിൽക്കൂല. അതൊക്കെ ദുഷ്മനായി പോകും. അതുകൊണ്ട് പ്രേക്ഷകർ ആ മാതിരി പണിയെടുക്കും. അല്ലാതെ സർക്കാരിന്റെ ഈ വന്ധ്യംകരണ നോക്കി നടന്നാല് ഈ പട്ടികൾ ജനങ്ങളെ കടിച്ചു കീറി ഇതാക്കി കളയും. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് മദ്രസ സ്കൂളൊക്കെ പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ചാനലുകാർ നിങ്ങൾ പ്രത്യേകം ഇമാതിരി കാര്യങ്ങളൊക്കെ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ പല പ്രേക്ഷകരും നമ്മളോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ജയകുമാർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ തെരുവ് നായകളെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. സർക്കാർ ഒന്നും ചെയ്യാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. തെരുവിൽ നായ്ക്കൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സുനിൽകുമാർ പറയുന്നത്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു പറയുന്നത് സന്തോഷിനെ ശരിവെക്കുന്നു. സന്തോഷ് പറഞ്ഞത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിൽ. സന്തോഷ് ഈസ് റൈറ്റ്. ഐ ഡു സീ the near his area even expensive dogs like Labrador, German Shepherds, even huskies are also kicked out from their house once they are aged. അപ്പോൾ ഈ വയസ്സായ പട്ടികളെ അല്ലെങ്കിൽ നായകളെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക, നിഷ്കരണം ഉപേക്ഷിക്കുക, അങ്ങനെ ചെയ്യുന്നതും വലിയ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നു. അപ്പോൾ സഞ്ജീവ് ശിവൻ എന്നോട് യെസ് മിസ്റ്റർ മനു എന്ന് പറയുന്നു. സഞ്ജീവ് ശിവൻ എൻ്റെ അഭിവാദ്യങ്ങൾ. ഷിജു പറയുന്നു അപ്പോൾ കൊച്ചുവേളിയിലും സന്തോഷ് ഏരിയയിലുമൊക്കെ, സന്തോഷിൻ്റെ കൊച്ചുവേളി ഏരിയയിലൊക്കെ സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്സ് ആർ വെരി കോമൺ ആൻഡ് ഡേഞ്ചറസ് എന്ന് ഷിജു എന്നോട് പറയുന്നു. അപ്പോൾ ആ കൊച്ചുവേളി ഏരിയയിലൊക്കെ ധാരാളം ഇങ്ങനെ പട്ടികൾ അലിഞ്ഞു നടന്ന് ആളുകളെ ആക്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം പറയുന്നത്. ഓക്കെ, ജയകുമാർ പറയുന്നത് തെരുവുനായ കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ടതാണ്. ദിനം പ്രതി ഒരുപാട് ആളുകൾ മരിക്കുന്നു. എന്നെയും എൻ്റെ മകനെയും കടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ പബ്ലിക് ഹെൽത്തിൽ പോയി പൊക്കിളിന് ചുറ്റും കുത്തിവയ്പ്പെടുത്തുമെന്നാണ് പറയുന്നത്. വലിയ സങ്കടകരമായ കാര്യം തന്നെ. അപ്പോൾ ഇത് പട്ടികടി ഏൽക്കാത്ത മനുഷ്യർ കേരളത്തിലില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ABC പ്രോഗ്രാം നടത്തിപ്പിലെ അഴിമതി ഒരു പ്രധാന പ്രശ്നമാണ്. ശാസ്ത്രീയമായി ചെയ്യാതെ കാതിൽ അടയാളം വെച്ച് വിടുന്നു എന്ന് ചില പ്രേക്ഷകർ പറയുന്നതാണ്. ഗ്ലാഡിയേറ്ററാണ് അത് പറയുന്നത്. ഓക്കെ, ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഈ വടകരയിലൊക്കെ തെരുവുനായ ശല്യം രൂക്ഷമാണോ ശ്രീ ബാലകൃഷ്ണൻ? നമസ്കാരം. നമസ്കാരം. തെരുവ് പക്ഷികൾ കടിച്ചിട്ട് നമ്മളെ കുട്ടികളൊക്കെ മരിക്കുന്നത് താങ്കളും വാർത്തയിൽ വായിക്കുന്നത് നമ്മളെ രാജ്യത്തെ യഥാർത്ഥമല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇതിന് തക്കതായ ഒരു നടപടി സ്വീകരിക്കേണ്ട കാലം പിന്നിട്ട് കഴിഞ്ഞു. കാരണം എന്താണെന്നറിയാം, നമ്മുടെ പിഞ്ചോമന മക്കളെയൊക്കെ കടിച്ചിട്ട് അവർക്ക് പ്രേവേശൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വരെ അവർ മരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ തെരുവ് പട്ടികളെ രാജ്യത്ത് ഇങ്ങനെ വളർത്തുന്നത്? അത് കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ആയാലും മനുഷ്യരുടെ മനസ്സിലാകുന്ന കാര്യമാണ്. ശക്തമായ നടപടി എടുക്കണം. നടപടി എടുക്കണം. ഇല്ലെങ്കിൽ തെരുവ് പട്ടികളെ ഞങ്ങൾ ജനങ്ങൾ കൈകാര്യം ചെയ്ത് കൊന്നൊടുക്കും. ഏത് നിയമം ഞങ്ങൾക്കെതിരായിട്ട് വരിക? ഒരു പിഞ്ചോമന കുട്ടീനെ കടിച്ചിട്ട് അതിന് പ്രതിരോധ വാക്സിൻ ചെയ്തിട്ട് അത് മരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ പട്ടിയെ അടിച്ചു കൊന്നാൽ ആരാ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുക? പലപ്പോൾ അസുഖം ബാധിതരായ നായ്ക്കളെ ദയാവധം നടത്താം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രശ്നപരിഹാരമാകുമോ? വെറ്റിനറി സർജനെയൊക്കെ കൊണ്ടുവന്ന് നായ്ക്ക് പേ തെളിയിക്കുമ്പോഴേക്കും കേന്ദ്രത്തെ പൈചാരും കേന്ദ്രം കേരളത്തെ പൈചാരും ഇതൊന്നും അല്ല ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾക്ക് ശാശ്വതമായി ഇവിടെ ജീവിക്കണം. ഞങ്ങളെ കുട്ടികൾ സ്കൂളിൽ പോകണം. ഞങ്ങളെ കുട്ടികൾക്ക് കളിച്ച് ആർമാദിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഏത് ഭരണകക്ഷിയായാലും ഞങ്ങളെ നികുതി പണം ഉപയോഗിച്ച് അവരുടെ മക്കളെ AC കാറിലും വിദേശത്ത് പഠിക്കുമ്പോൾ ഞങ്ങളെ പാവപ്പെട്ട കുട്ടികളെ ആയിട്ട് കടിക്കുന്നത്. ഏതൊക്കെ ഒരു MLA-യുടെ മകനെ കേരളത്തിൽ കടിച്ചിട്ടുണ്ടോ തെരുവട്ടി? ഉണ്ടോ സാർ? അതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ടോ. 2022 ഡിസംബർ വരെ 21,000 പേരെയാണ് 2022 തെരുവുപട്ടി രാജ്യത്ത് കടിച്ചിരിക്കുന്നത്.
23-ൽ അത് 30,000 പേരായി. അപ്പോൾ ഈ 24-ൽ അത് 37,000 അപ്പോൾ ഈ രാജ്യത്ത് 37,000 പേരെ കടിക്കുന്നു. അതിൽ ഒരു വലിയ ശതമാനം കേരളത്തിലാണ് കടിയേൽക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. കേരളവും കേന്ദ്രവും സംസ്ഥാനവും മറ്റുള്ള സംസ്ഥാനം ഒന്നുമല്ല സാർ പറയുന്നത്. രാജ്യത്ത് എവിടെയും പട്ടി കടിക്കുന്നുണ്ടെങ്കിൽ ഒരു MLA അവന്റെ മകനും ജീവിക്കുന്നത് എന്നെ പോലത്തെ പാവങ്ങളുടെയും ഈ പിഞ്ചോമന മക്കളുടെ പിതാവിന്റെയും നികുതിപ്പണം ഉപയോഗിച്ചാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇവിടെ ശാശ്വതമായി തെരുവട്ടിന്റെ ഇടയിൽ കൂടി നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ രാജ്യത്ത് സമാധാനം സാർ? അതാണ്, അത് വളരെ കൃത്യമാണ്. ഇത് എനിക്ക് ശ്രീ ബാലകൃഷ്ണൻ, ഇവിടെ എനിക്കും ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും ഈ സർക്കാർ പറയുന്നത് നിയമങ്ങൾ അത് ശരിയല്ല എന്നൊക്കെ. അപ്പോൾ ഈ നമ്മുടെ പല നിയമങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ സർക്കാർ പറഞ്ഞത് അത് ഈ കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല, പാർലമെൻറ്റ് പാസ്സാക്കിയാലും സുപ്രീം കോടതി പാസ്സാക്കിയാലും. പക്ഷേ ഈ തെരുവ് പട്ടിയുടെ കാര്യം വന്ന് ഇത്രയും മനുഷ്യർ കടിയേറ്റ് നിൽക്കുമ്പോൾ അതുപോലെ ഒരു ധൈര്യത്തോടു കൂടി ഇത് പറയാൻ ഈ സർക്കാരിന് ആർജവമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഏതായാലും വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ, അങ്ങ് ഞങ്ങളോടൊപ്പം പ്രതികരിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഹരീഷ് ചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ഹരീഷ് ചന്ദ്രൻ, നമസ്കാരം. ഈ കോട്ടയത്ത് എങ്ങനെയാണ്, അവിടെ തദ്ദേശ സ്ഥാപനങ്ങൾ ക്രിയാത്മകമായി ഈ പരിപാടി നോക്കുന്നുണ്ടോ ശ്രീ ഹരീഷ് ചന്ദ്രൻ? എല്ലായിടത്തും സാർ ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ തെരുവ് നായ ശല്യം ഒരു സ്ഥലത്തും നമുക്ക് കുറവ് കാണുന്നില്ല. എല്ലാം പറയുമ്പോ എല്ലാം എന്താ പറയാ, കേന്ദ്ര സർക്കാരെ കുറെ കുറ്റം പറയുന്നത്, സംസ്ഥാന സർക്കാരെ കുറ്റം പറയും, കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും സംഭവം ഒരു കാര്യങ്ങളും ഒന്നും നടപ്പാവുന്നില്ല. പാവപ്പെട്ട കുട്ടികൾ, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികള്, അവരെ തെരുവുനായ കടിക്കുക എന്ന് വേണ്ട എത്ര അച്ഛനമ്മമാർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ഒരു നടപടിയാണ് ഇതിൽ ആവശ്യമെന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. യെസ്, വ്യക്തമാണ്. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ജയകുമാർ പറയുന്നത് 14 കുത്തിവയ്പ്പ് എടുക്കേണ്ടി വന്നു അദ്ദേഹത്തിനെന്നാണ്. ഇപ്പോൾ ഓക്കെ, AK കൃഷ്ണൻകുട്ടി പറയുന്നത് കോൺഗ്രസിൻ്റെയും BJPയുടെയും വ്യാജ ജന്തുസ്നേഹമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരുടെ വ്യാജ ജന്തുസ്നേഹമായാലും അത് നമുക്ക് ശക്തമായി അതിനെ നേരിടേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല BJPയോ കോൺഗ്രസോ ഒന്നും അത് തെരുവുനായ പ്രശ്നത്തിൽ ജന്തുസ്നേഹമായിട്ട് വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമം മാറ്റണമെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. ഉള്ള നിയമം വളരെ ശക്തമായി തന്നെ നടപ്പിലാക്കാൻ കഴിയണം. അത് സർക്കാരുകൾ ചില ഘട്ടത്തിലൊക്കെ വളരെ ആർജവത്തോടെ പറയുന്നത് പോലെയുള്ള ഒരു നീക്കം ഇവിടെയും വേണം എന്നാണ് ഞാനും സൂചിപ്പിക്കുന്നത്. രഘുനന്ദനൻ പറയുന്ന നായ് ശല്യത്തിൽ നിന്ന് എടുത്ത തീരുമാനങ്ങൾ നേരത്തെ ആകാമായിരുന്നു. വന്ധീകരണം ചേട്ട് റോട്ടിൽ വീണ്ടും വിട്ടാൽ പട്ടികടി കുറയില്ല എന്നാണ് രഘുനന്ദനൻ തിരുവമ്മില്ലവാരം പറയുന്നത്. അപ്പോൾ വേറൊരു ഷിജു എന്നോട് പറയുന്നത്, ദർ ഇസ് എ ഡോക്ടർ ഫ്രം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഫീഡിങ് ദീസ് സ്ട്രീറ്റ് ഡോഗ്സ് ഏർലി ഇൻ ദ മോർണിംഗ് ഫ്രം ഓൾ സെയിൻസ് ജംഗ്ഷൻ ടു കൊച്ചുവേളി ശംഖുമുഖം ടെമ്പിൾ പ്രംസ്. പലരും ഇങ്ങനെ പട്ടികളോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്ന് റോട്ടിൽ അത് വിതരണം ചെയ്യുക. പിന്നെ ഈ പട്ടി പോയി അത് കിട്ടാതാകുമ്പോൾ മറ്റുള്ള ആളുകളെ കടിക്കുക, ഈ രീതിയാണ്. അപ്പോൾ ഇതിന് പട്ടികളോട് സ്നേഹം കാണിക്കുന്നത് നല്ലതാണ്. അവരെ വീട്ടിൽ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് വളർത്തുന്നതാണ് കുറേ കൂടെ ശരിയായ രീതി. അജയ് കുമാർ എന്നോടൊപ്പം ചേർന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, അങ്ങ് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് അജയ് കുമാർ ഈ തെരുവുനായ പ്രശ്നം ആളുകൾ കൈകാര്യം ചെയ്യുന്നത്? അവിടത്തെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? സുഖമാണ്, ഇതിനിടയ്ക്ക് സുഖമില്ലായിരുന്നു. നമ്മൾ അതിന് ശേഷം സംസാരിച്ചില്ല അല്ലേ? ഇല്ല, അതിനുശേഷം ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഞാൻ കുറച്ച് ദിവസം അവധിയൊക്കെ പോകേണ്ടി വന്നു. മടങ്ങി വന്നു. ഏതായാലും അന്ന് പല പൊതുവേദിയിലെ ആളുകളൊക്കെ എന്നെ വല്ലാതെ മിസ് ചെയ്തെന്ന് പറഞ്ഞ് അന്വേഷിച്ചു. ചിലരൊക്കെ എൻ്റെ നമ്പർ ഇവിടുന്ന് എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ചില ആളുകൾ എനിക്ക് ഈ കഫക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഒഴിവാകാനുള്ള പ്രത്യേകതരം മരുന്നുകളെക്കുറിച്ച് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ പല ആളുകൾ നമ്മളോടുള്ള സ്നേഹം അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മളൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്കൊന്ന് പനി വന്നപ്പോഴാണ് അവർ ഇത്രയും ആളുകൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ച. പല ആളുകളും എന്നോട് തർക്കിക്കുകയാണല്ലോ. ഞാനും അജയകുമാറുമായിട്ടും പലപ്പോഴും തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് അല്ലേ? യെസ്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിലെ സാഹചര്യം എന്താണ് ശ്രീ അജയകുമാർ? അവിടെ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ചങ്ങനാശ്ശേരി എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ ഏരിയയിലെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ തെരുവുനായുണ്ടെന്നാണ് എന്റെ സംശയം. ആളേക്കാൾ കൂടുതൽ നായകൾക്ക് എണ്ണ എടുത്താൽ ആളേക്കാൾ കൂടുതലാണ് അല്ലേ? ഉണ്ട്.
കാര്യമുണ്ട്. രാവിലെ ഞങ്ങള് കുറെ പേര് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്, 4-5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പൊ നടക്കുന്ന വഴിയിലൊക്കെ ഞങ്ങൾ നടക്കുന്നവരൊക്കെ കൂടുതൽ തെരുവ് നായ്ക്കളെ കാണാം. അപ്പൊ ഈ നടക്കാൻ പോകുമ്പോൾ പല ആളുകളും ഇപ്പൊ ഞാനൊരു കണ്ടു വടിയൊക്കെ എടുത്താണ് നടക്കുന്നത്. അപ്പൊ വടിയൊക്കെ എടുത്താണ്, ചിലരൊക്കെ വടിയൊക്കെ ആയിട്ട് തന്നെ വരുന്നത്. പിന്നെ ഈ കാലങ്ങളായിട്ടുള്ള തെരുവ് നായ്ക്കളായതുകൊണ്ട് അവർക്ക് നമ്മളെ തിരിച്ചറിയാവുന്ന എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഒറ്റയ്ക്കൊക്കെ പോകുന്നവരെ കടിച്ച ചരിത്രമുണ്ട്. കൂട്ടായിട്ട് പോകുന്നതാണ് നല്ലത് അല്ലേ? കൂട്ടായിട്ട് പോകുന്നത് നല്ലത്. ഇപ്പൊ ഇതിന്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആണ് ഈ സംഭവം. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ, ലോകത്ത് ഇപ്പൊ ഞാനൊരു ചാർട്ട് നോക്കിയപ്പോഴേ ഏതാണ്ട് 59,000 പേപ്പട്ടി വിഷബാധ മരണമാണ് രേഖപ്പെടുത്തുന്ന ആവറേജ് ഒരു വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 36,000 ഇന്ത്യയിലാണ്. അത് ശരി. അപ്പൊ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും അധികം പേപ്പട്ടി മരണം. ഇന്ത്യയില് പേപ്പട്ടി കടിച്ചുള്ള മരണം 59,000 റാബീസ് ഡെത്തിലെ ഏറ്റവും കൂടുതൽ മരണം 36% ഇന്ത്യയിലാണ്. 18,000 തൊട്ട് 20,000 വരെ മരണം ഇന്ത്യയിലാണ്. ഏകദേശം 62 മില്യൺ ഇത് സ്പ്രേ ഡോഗ്സ് ഇന്ത്യയിലുണ്ട്. ഈ വന്ധ്യീകരണം കൊണ്ടൊന്നും വലിയ കാര്യമായ പ്രയോജനമില്ലാന്ന് തന്നെയാണ് പല സ്റ്റഡികളും പറഞ്ഞിട്ടുള്ളതായിട്ട് ചില റിപ്പോർട്ടുകളിലും കാണുന്നത്. ഇതിനെ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ അമേരിക്ക, അല്ലെ UK, ചൈന, പല രാജ്യങ്ങളിലും അവർ കൃത്യമായിട്ട് ഇതിനെല്ലാം പിടിച്ച് കൊന്നു കളയുന്നുണ്ട്. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇവിടെ കോഴിയെ കൊല്ലാം, താറാവിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, തെരുവ് നായെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് പറയുന്നു. ചില ഘട്ടങ്ങളിൽ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന സർക്കാരുകൾ പോലും ഈ കാര്യത്തിൽ വരുമ്പോൾ നിയമത്തെ പേടിച്ച് മാറി നിൽക്കുന്നു അല്ലേ? അതാണ് ഒരു രീതിയിലും മനസ്സിലാകുന്നില്ല. ഇതിന്റെ എന്ത് നിയമമാണ്? കോടതി വരെ ശക്തമായിട്ട് ഇതിനെതിരാണെന്ന് പറയുന്നത്. കോടതി ഇത് പഠിക്കാനായി ജസ്റ്റിസ് സിരിജൻ കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ വന്ന് മുമ്പ് ഇവിടെ സിറ്റിംഗ് നടത്തിയപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ആരും പോയില്ല, ഒരു കലക്ടറും പോയില്ലെന്ന് അന്നൊരു വലിയ പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ഇത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. ഇപ്പോൾ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കായി കാര്യങ്ങൾ അല്ലേ? അല്ല, ഇതിൽ ഈ കോടതി സിറ്റിംഗ് ഒക്കെ വെക്കുന്ന യന്ത്രം ഒരു പിടിയും കിട്ടുന്നില്ല. തെരുവ് നായ്ക്കളെ പറ്റി എന്ത് പഠിക്കാനാണ്? തെരുവ് നായ്ക്കള് അത് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം എല്ലാ വർഷവും പ്രസവിക്കുന്നു, 3-4 കുട്ടികൾ ഉണ്ടാകുന്നു. അത് 10 കിടന്ന് 20 ആകും, 40 ആകും, 50 ആകും, 100 ആകും, വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെന്ത് നിയമം? എന്ത് പഠിക്കാനും? പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കളാണ്. നിങ്ങൾക്ക് അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? അല്ലെ ഇതിനെല്ലാം പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഷെൽട്ടറിലിട്ട് വളർത്തണം. അതിനുള്ള സാഹചര്യം ഉണ്ടോ? അല്ല, ഇത് അതാണ് ഇപ്പൊ അജയ്കുമാർ ഒരു ഇപ്പൊ മന്ത്രി പറയുന്നത് ഷെൽട്ടർ തുടങ്ങാനാകുമ്പോൾ പല ആളുകൾ എതിർപ്പുമായി രംഗത്ത് വരുന്നു. അപ്പോൾ ഇനി അങ്ങനെ രംഗത്ത് വന്നാൽ അവർക്കെതിരെ പബ്ലിക് സർവൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്ന തരത്തിൽ ഒരു നിയമം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം ഒരു ABC സെൻറ്റർ ഈ മന്ത്രിമന്ദിരങ്ങൾക്ക് സമീപത്ത് ഒരെണ്ണം തുടങ്ങി MP രാജേഷും അതുപോലെ നമ്മുടെ ചിഞ്ചുറാണി മിനിസ്റ്ററും ഒക്കെ മാതൃക കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? ഈ പട്ടികളുടെ ഒരു ABC കേന്ദ്രം അവരുടെ മന്ദിരത്തിന് സമീപത്തും തുടങ്ങിയിട്ട് അവിടെയും ചെയ്യാലോ. അത് ചെയ്യാം. അതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളെല്ലാം പിടിച്ച്, അത് ഒഫൻസീവ് ആവണമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇനിയും പറയാൻ പോകുന്നു. ഈ തെരുവ് നായ്ക്കളെല്ലാം പിടിക്കുക, ഒരു ലോറിയെ കയറ്റുക, കൊണ്ടുവന്ന് മന്ത്രി മന്ദിരത്തിൽ തുറന്നു വിടുക. മനസ്സിലായില്ലേ? നമ്മൾ ഒന്നിനും കോംപ്ലക്സിലും തുറന്നു വിട്ടേച്ച് കയറ്റവും അടച്ചേക്കുക. ഞങ്ങൾ ഒന്നിനും കൊന്നില്ല സാറേ, ഇത് റോഡിൽ കിടന്ന് ഞങ്ങളെ കടിക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു. അല്ല, ഇതെന്ത് ചെയ്യാനാ? അദ്ദേഹം പറഞ്ഞ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയാൽ അവരുടെ എതിരെ കേസെടുക്കുമെന്ന്. ഇവിടുത്തെ മനുഷ്യന് വിലയൊന്നുമില്ലേ? ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരല്ലേ, അല്ല നായ്ക്കളല്ലല്ലോ. നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ ഈ നായ്ക്കൾ ഇങ്ങനെ വളർന്നു വരുന്നത്. അതെ, അത് വളരെ കൃത്യമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ദീർഘനാൾക്ക് ശേഷം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയ്കുമാറുമായി സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, അങ്ങ് സന്നദ്ധ പ്രവർത്തകനാണ്, പൊതുരംഗത്തൊക്കെ ഉള്ള ആളുകളാണ്. എന്താണ് ഈ പ്രത്യേകിച്ച് ഈ പ്രായമായവരെയൊക്കെ സംരക്ഷിക്കുന്നതിലൊക്കെ അങ്ങ് നേതൃത്വം കൊടുക്കുന്നത്? എന്താണ് ഈ ആളുകൾ, പ്രായമായവർ ഇത്തരം നായകളുടെ കടി ധാരാളം ഏൽക്കുന്നുണ്ട്? മനസ്സാറെ, അങ്ങനെ ഒരു അഭിപ്രായം സാറ് പറഞ്ഞത് കാരണം കൊണ്ട് ഈ ഞായറാഴ്ച ഒരു അവാർഡും കൂടെ കിട്ടി സാർ. P. ഗോവിന്ദപിള്ള സ്മാരക ഗ്രന്ഥശാല പേയാട്. ഓ, കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇതൊക്കെ അവാർഡ് കിട്ടുമ്പോൾ എനിക്ക് മുട്ടായൊക്കെ അയച്ചു തരണം സാർ. ആ ഒരു സബ്ജക്ട് സാർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞെന്ന് മാത്രം. പൊതുവേദിക്ക് അതൊരു സന്തോഷകരമായ കാര്യമാണ്. അങ്ങ് സന്നദ്ധ രംഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുകയും അതിന് ആളുകളുടെ അംഗീകാരം കിട്ടുകയും ചെയ്യുമ്പോൾ പൊതുവേദിക്ക് കാരുണ്യ പ്രവർത്തനത്തിനാണ് തന്നവര്. ഓക്കെ, വെരി ഗുഡ്. സാർ, ഞാൻ പറയാൻ വരുന്നത് സാർ, ദയാവധം എന്ന് പറഞ്ഞാൽ ശേഷിയില്ലാത്ത ഒരവസ്ഥയെ കൊല്ലുക എന്നുള്ളതാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി നടന്ന് കടിക്കുന്ന പട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷമേ കൊല്ലാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ വ്യവസ്ഥ വന്നേക്കണേ. സാർ അത് ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ ഓടി നടക്കുന്ന പട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, കടിച്ചുകൊണ്ടിരിക്കുന്നു, ആ പട്ടിയെ പിടിച്ച് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെ കൊല്ലാൻ പാടുള്ളൂ. ദുർബലമായിട്ടുള്ള ഒരു ഓർഡർ ആണോ എന്നുള്ളൊരു സംശയം. ഏതായാലും ഇത്രയെങ്കിലും കാര്യങ്ങൾ നടന്നത് ജനങ്ങൾക്കൊരു വലിയ അനുകൂലമാണ്. സാർ ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സാർ, ഈ ഓർഡർ ഒളിഞ്ഞു കിടക്കുന്ന സംഗതി. അതായത് ഇത് കുറെ കൂടെ കർക്കശമായ ഒരു നടപടിയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലേ സാർ? തെരുവിലുള്ള ഒരു പട്ടി 2 പേരെ കടിച്ചു കഴിഞ്ഞാൽ കൊല്ലാനുള്ള അവകാശം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ഓർഡറാണ് സാർ വേണ്ടത്. അതല്ലാതെ എന്താ വെച്ചാൽ ഈ പട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്തതിനു ശേഷം ഈ പട്ടിയെ കൊല്ലുക നടക്കുന്ന കാര്യമാണോ സാർ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മുരളി എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. മുരളി എവിടുന്നാണ് വിളിക്കുന്നത്? പട്ടാഴി എന്നാണ്. ആ യെസ്, ശ്രീ മുരളി എന്താണ് ചെയ്യുന്നത്? എന്റെ പൊന്നു സാറേ, ഞാൻ ഇവിടെ കടയില്ല, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, മിറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഭാര്യയെ കടിച്ചു. ഭാര്യ കടിച്ചോ? ആ, പട്ടി കടിച്ചിട്ട്. അത് മാത്രമല്ല സാറേ, ഈ പട്ടി കടിക്കുന്നതല്ല സാറേ, ഇവര് ചിലപ്പോ ഒരു പട്ടി കടിക്കുവാന്ന് കൂട്ടിക്കോ, ഈ കടി കിട്ടുന്ന കക്ഷിക്ക് പല പല രോഗങ്ങളുള്ളത്. അവർക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണും. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയാൽ അവർ മറ്റു അസുഖങ്ങൾക്ക് ചികിത്സ നടത്തുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ സാറേ, അങ്ങനെ അസുഖമുള്ളവരെ കടിക്കുമ്പോഴത്തെ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രയാസമായിരിക്കും. എന്റെ ഭാര്യയെ കടിക്കും, അവള് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ആരോഗ്യമില്ല. ശരിക്കും പറയാം, ഞാൻ കിടന്ന് വിളിച്ചു പോവാൻ. അപ്പൊ എങ്ങനെ എന്നിട്ട് പട്ടി ഇഞ്ചക്ഷൻ എടുത്ത് എന്ത് ചെയ്തു? എന്നിട്ട് അടൂർ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്ത്. എല്ലാം എന്ത് ചെയ്യാനാ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഭാര്യക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ സുഖമായി പ്രാപിക്കുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങിയാൽ കടിക്കുമെന്നല്ലേ? ആ സാറേ, ഇവിടെ മൊത്തം ഇന്നലെ തന്നെ എന്നെ ഒരു 10-15 പക്ഷെ എനിക്ക് എന്റെ കല്ലുമില്ല കമ്പും ഇല്ലാട്ടായി. പിന്നെ ഞാൻ മുറ്റത്തോട്ട് ചാടി കയറിയിട്ട് ഈ മണല് കിടന്നു, ഈ കരല്. അവിടുത്തെ ഈ വാർഡ് മെമ്പറും മറ്റേ തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധികളും ഒക്കെ എന്താ പറയുന്നത് ശ്രീ മുരളി? ഇവിടെ ഒന്നും ആരും ഒന്നും അനങ്ങുന്നില്ല. പട്ടിയെ കൊന്ന അവരുടെ പേര് കേസെടുക്കുമെന്ന് പറഞ്ഞ്, അടിച്ചാ കേസെടുക്കുമെന്ന് പറഞ്ഞ്, ഇങ്ങനെയൊക്കെയാ സാറേ കാര്യങ്ങള്. ഇത് മന്ത്രി വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അല്ലേ ശ്രീ മുരളി? ആണോ സാറേ, എന്ത് ചെയ്യാനാന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിനെ ഓടിക്കുക പട്ടി, 2-3 ഉണ്ട്. എന്നിട്ട് ഞാൻ അതിനെതിരെ എതിരെ വന്നിട്ട് ഞാൻ പിന്നെ കിട്ടിയ കല്ലിന് കൊച്ചു വച്ച കിട്ടിയ കല്ലിന് ഞാൻ പിന്നെ അവിടെ കിട്ടിയ കല്ലിന് ഇറങ്ങി പിന്നെ ഞാൻ പിന്നെ ഓടിച്ചത്. അല്ലെ കുഞ്ഞിനെ കടിച്ചു കൊന്നേനെയായിരുന്നത്. 10-12 വയസ്സുണ്ട്. വ്യക്തമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയൊക്കെ ഇങ്ങനെ അക്രമം നടക്കുമ്പോൾ, പട്ടികൾ അവരെ ഇങ്ങനെ ഭീതിതമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുമ്പോൾ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കുറെ കൂടെ ഗൗരവത്തോടെ ഈ സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്താണ്. ശ്രീ ശിവദാസൻ, ബാലരാമപുരത്ത് പക്ഷേ നായ്ശല്യം കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഇല്ല സാർ, നായ്ക്കള് ഇഷ്ടംപോലുള്ളതാണ്. ഞാൻ സാറ് ചോദിക്കുന്ന ഒരു കാര്യം, വീട്ടിൽ വളർത്തുന്ന ആടിനെ കൊല്ലാം, പശുവിനെ കൊല്ലാം, മുയലിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, അതിന് ഒരു പ്രശ്നവുമില്ല. ഇത്രയും തെരുവ് നായ്ക്കള് ജനങ്ങളെ പച്ചയ്ക്ക് കടിച്ചു കീറുമ്പോൾ അത് കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന നിയമം അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇത് കൂട്ടി പറ്റി തന്നെ പറയാം. ഞാനിപ്പോ താമസിക്കുന്ന അടുത്ത് വന്നപ്പോൾ ഒരു 10-40 പട്ടി ചെറുതും വലുതുമായിട്ട് വന്നപ്പോ ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്തു? ഞാൻ എന്റെ പൈമരം കൂടി എല്ലാത്തിനും അടിച്ചു കൊന്നു. ഞാൻ കൊന്നു. അതെല്ലാം കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞുതരാം. വൈകുന്നേരം 4:50 ഞാൻ റോട്ടിൽ നിൽക്കുന്നു, ഞാൻ ബൈക്കിൽ നിൽക്കുന്നു. ഒരു പട്ടി കുറുക്കെ ചാടി 11 വയസ്സുള്ള ഒരു കൊച്ചാൺകുട്ടി സ്കൂട്ടർ ഇടിച്ചു, പിള്ളേർ റോട്ട് വീഴുന്നു, കബന്ന് നടക്കുന്നു, മരിച്ചു വീഴുന്നില്ല വിചാരിച്ചു. എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. സാർ കേൾക്കണം, ഞാൻ തൂക്കിയെടുത്തിട്ട് ആക്രോശം വിളിക്കാൻ ആരും വന്നിട്ടില്ല. പല പ്രശ്നങ്ങൾ ഞാൻ ചെയ്തവരാണ്. പക്ഷെ ഇത് വന്ന ഒരു കാര്യമാണ്, തൂക്കിയത് ഒരു ആക്രോശക്കാരും വരുന്നില്ല. ഞാൻ വാ വരി എന്റെ മോനെ വണ്ടി ഇടിച്ചു, നിങ്ങൾ ഓടി വരി, നേരെ കയറ്റി എവിടെ കൊണ്ടുപോകുന്നു? നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കൊണ്ട് ചെന്ന് പറഞ്ഞ എന്റെ ദേഹം മൊത്തം ബ്ലഡാണ്. ഞാൻ പറയുന്നു, പേരെന്താ? സില്ലാൽ. എന്റെ മൂത്തമ്മന്റെ പേര് സില്ലെന്നാണ്. സില്ലാൽ. വയസ്സെത്ര? വയസ്സ് 9. 11 വയസ്സ് 9 പറഞ്ഞത്. കയറ്റി ഓപ്പിഡിക്ക് എടുത്തു, ഐസിയുവിൽ കയറ്റി. വളരെ സീരിയസ്. പിള്ളേക്ക് ഓർമ്മ വന്നപ്പോൾ നമ്പർ പറഞ്ഞിട്ട് വാപ്പാന്ന് വിളിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്നത്, നിങ്ങളെ പേരെന്താ? ശിവദാസൻ. എനിക്കറിയില്ല. ഒരു കൊച്ചു വീഴുന്നു പോയി, ഞാൻ രക്ഷിച്ചു, എന്റെ മോനെ പോലെ കാണിച്ചാണെന്ന് പറഞ്ഞു. തിരിച്ച് വന്നപ്പോ വന്ന ഷാജിയുടെ മോനാ, ബദർ സാഹിബിന്റെ ചെറുമോനാ. കണ്ടപ്പോ എനിക്ക് കൊച്ചില് എന്നെ സഹായിച്ചവരാ, ആ ദൈവത്തിന്റെ നിമിത്തമാണ്.
വന്നതിന് ശേഷം ബാലയെടുത്ത് വന്നിട്ട് അന്ന് നമ്മളെല്ലാരും രാഷ്ട്രീയം ഇല്ലാതെ എല്ലാ പറ്റിയും അടിച്ചു കൊന്ന് നാശമാക്കി. എന്നിട്ട് ഇപ്പൊ താന്യവിളയില് ഒരു പറ്റി 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഒരു കുട്ടി ഞാൻ എടുത്ത് വളർത്തുന്നു, നമ്മൾ 5 കാറ്റ് എടുത്തുകൊണ്ട് പോയി. ആ തള്ളപ്പട്ടി അവിടെ കാണാനില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ആ പട്ടിയുണ്ട്. പക്ഷേ സാറ് മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. നമ്മളെ കൊല്ലട്ടെ, ഏത് കോടതിയെ കൊല്ലട്ടെ, അടിച്ച് കൊല്ലണം. ഇതെന്നെ ഏക മാർക്കം ഇതേ ഉള്ളു എന്റെ പൊന്നു മനസ്സാരെ, വേറെ ഒരു മാർക്കും ഇല്ല. ഇതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഒരു പട്ടിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വളർത്ത് വളരെ നല്ല രീതിയിൽ വളർത്തുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ആ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിച്ചതും അത് വലിയ സ്പർശിക്കുന്ന ഒരു കഥയാണ്. കാരണം എൻ്റെ മോനാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഒടുവിൽ കുഞ്ഞിന് ബോധം വരുമ്പോൾ ഉപ്പ എന്ന് വിളിക്കുമ്പോഴാണ് അവിടെ ആശുപത്രി അധികൃതർ അറിയുന്നത് ശിവദാസൻ്റെ കുഞ്ഞല്ല എന്നത്. വൈകാരികമായ ഒരു സംഭവം. ഏതായാലും നമ്മൾ ഇത്തരം മനുഷ്യത്വം നമുക്ക് ഉണ്ടാകണം എന്നത് വ്യക്തമാണ്. തോമസ് എന്നോട് ഇപ്പം ചേരുന്നത് മാരാരിക്കുളത്ത് നിന്നാണ്. ശ്രീ തോമസ്. ഒത്തിരി സാറിന്റെ ഈ പൊതുവേദിയിലെ ഈ സൊസൈറ്റിയോട് ഒത്തിരിയേറെ നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തില് ഇങ്ങനെ ഒരു അഭിപ്രായം സ്വീകരിച്ചത്. ഇത് പൊതുജനങ്ങൾക്ക് ഇത്ര ആവശ്യമായ ഒരു കാര്യമാണ്. സാറിന് ഒത്തിരി നന്ദി. ഒത്തിരി ഇതിന്റെ കണക്ക് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ് ശ്രീ തോമസ്. ഇത് ഓരോ വർഷവും 10ഉം 12ഉം പേര് മരിക്കുകയാണ്. അത് ഇപ്പം ഈ കഴിഞ്ഞ അത് 2014 തൊട്ട് 2021 ആകുമ്പോഴേക്കും മരിക്കുന്നവരുടെ എണ്ണം 20 കടക്കുക. 22 ആകുമ്പോൾ 27 ഇപ്പോൾ 21 പേരോളം മരിച്ചു കഴിഞ്ഞു. ഇതിൽ കടിയേൽക്കുന്നവരുടെ 1.19 ലക്ഷം ആയിരുന്നു 2014. 2024 ആകുമ്പോഴേക്കും അത് 3.5 ലക്ഷത്തോളം ആളുകൾക്ക് കടിയേൽക്കുകയാണ്. ഇതിൽ ഭൂരിപക്ഷവും കുഞ്ഞുങ്ങൾ, വയസ്സായ ആളുകൾ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഈ ഞാനുൾപ്പെടെ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ആൾക്കാരും മണ്ടന്മാരാ. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇവര് പോയി നിയമങ്ങൾ മുഴുവൻ പട്ടിക്കും പൂച്ചയ്ക്കും അല്ലെങ്കിൽ ആനയ്ക്കും വേണ്ടി നിയമം ഉണ്ടാക്കിയ മനുഷ്യന് വേണ്ടിട്ട് എന്ത് നിയമമാണ് സാറേ ഉണ്ടാക്കുന്നത്? എന്നെ പോലുള്ള മണ്ടന്മാരാണ് ഇതിന് കാരണക്കാർ. ഇവർക്ക് ആർക്ക് വോട്ട് ചെയ്യരുത്. ഇവരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലായിപ്പോയി. രാഷ്ട്രീയ പാർട്ടി കീഴിലായി. അതാണ് ഇതിന്റെ പ്രധാന കാര്യം. എന്നെ പോലെ മണ്ടന്മാരാണ് ഇതിനൊക്കെ കാരണം. വോട്ട് മേടിച്ചിട്ട് അവർക്കെല്ലാം ഇസറ്റ് കാറ്റഗറി സപ്പോർട്ടുണ്ട്. അവർക്ക് പോകാനും വരാനും സൗകര്യമുണ്ട്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ സാറൊന്ന് ആലോചിച്ച് ഈ മെനകാന്തരം വിട്ടോട്ട് ഈ ടിപ്പറിനകത്ത് കയറ്റിയിട്ട് ഈ സാധന പട്ടികളെല്ലാം കൂടി കൊണ്ടുവന്ന് നെട്ട് നോക്കിയാലോ? അല്ല എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? സാറൊന്ന് പറ. ഇവരെ ഈ ജനങ്ങൾ വെറും മണ്ടന്മാരാണ്. ഞാൻ തീർത്തു പറയാം സാറേ. ഏതായാലും അങ്ങയുടെ പ്രതികരണം വളരെ കൃത്യമാണിത്. ജനപ്രതിനിധികൾ, തദ്ദേശ ജനപ്രതിനിധികൾ ഇതൊക്കെ ശക്തമായി രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്കും പറയാനുള്ളത്. മുഹമ്മദ് ആരിഫ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തെരുവുനായ്ക്കളുടെ ശല്യം കൂടി മനുഷ്യരെ കടിക്കുന്ന എണ്ണം കൂടുന്നല്ലാതെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കറക്റ്റായി ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയായ മുഹമ്മദ് ആരിഫ് പറയുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു കോൺഗ്രസിൻ്റെയും BJPയുടെയും ആണ് അവർ പ്രശ്നക്കാരെന്നാണ് പറയുന്നത്. ഓക്കെ. ന്യൂ തിങ്കർ പറയുന്നു വീട്ടിലെ പട്ടി കടിച്ചാലും വാക്സിൻ എടുക്കണം, വാക്സിൻ്റെ ഗുണനിലവാരത്തിലും സൂക്ഷിപ്പിലും സംശയമുണ്ടെന്ന് പറയുന്നു. പ്രസന്നൻ കേസ് പറയുന്നു സർക്കാർ വിചാരിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ തെരുവ് നായ്ക്കളെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. അഷ്റഫിനിസ 2007 അതൊന്ന് ചോദിക്കുന്നു, അതെന്താണെന്ന് എനിക്കറിയില്ല. അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കിങ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് തണ്ണിമത്തനൊക്കെ അയച്ചു തരുന്നുണ്ട്. ഓക്കെ. പിന്നെ ജയകുമാറുണ്ട്, കിങ് ഉണ്ട്. ഓക്കെ. സുനിൽകുമാർ പട്ടിയിറച്ചി തിന്നുന്ന നാടായിരുന്നെങ്കിൽ ഒരു പട്ടിയും തെരുവിൽ കാണില്ലായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ശരി. അപ്പോൾ ശ്രീ ബാലൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലൻ, ശ്രീ ബാലൻ, ഈ പാലക്കാട് തെരുവുനായി ശല്യം വല്ലാതെ രൂക്ഷമാണെന്ന് എനിക്കറിയാം. മനു ഈ പട്ടികളുടെ അല്ലെങ്കിൽ ഈ തെരുവുനായ്ക്കളുടെ ദയാവധം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 45 വർഷം മുന്നേ എന്റെ അച്ഛനൊരു ചായക്കട ഉണ്ടായിരുന്നു നാട്ടില്. ഈ ചായക്കടയുടെ മുന്നിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഷട്ടിലിന്റെ ബാറ്റ് ഉണ്ടല്ലോ, ഈ ബാറ്റ് പോലത്തെ 2-3 പേര് ഇതായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ കഴുത്തിൽ കുടുക്കിടുക, എന്നിട്ട് ഇൻജക്ട് ചെയ്യാം, ഇവർ കൊല്ല, ഒന്നിട്ടൊരു ഭാഗത്ത് കൂട്ടിയിടും. എന്നിട്ട് അന്നത്തെ കാലത്ത് ഒരു കൈവണ്ടി ഉണ്ട്. ഈ കൈവണ്ടിയിൽ ഉരുട്ടി കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കുത്തി ഇതുങ്ങളെ കുഴിച്ചിടും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിൽ അങ്ങനത്തെ കൊല്ലാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ സംസ്ഥാന സർക്കാരിന് ഇതുങ്ങളെ വംശവർധന ഇല്ലാതാക്കാൻ വേണ്ടി വന്ധ്യകരിക്കാനുള്ള വകുപ്പ് സർക്കാരിനുണ്ട് പിടിക്കാന്. അപ്പൊ ഇതെന്താ പ്രശ്നം വരുത്തുന്നത്? ഫണ്ടാണ്. ഈ ഫണ്ടില്ലാത്ത പ്രശ്നം കാരണം ഇവര് കേന്ദ്രത്തിന് കുറ്റം പറയും, കേന്ദ്രം പിന്നെ കൊല്ലാൻ പാടില്ല, ഇവിടെ കുറ്റം പറയും. ഇപ്പോ ഞാൻ പാലക്കാടാന്ന് പറഞ്ഞാലും ഞാൻ പ്രോപ്പറായിട്ട് പറയാൻ പോകുന്നു, ഞാൻ പ്രോപ്പർ സർക്കാരിനാണ്. ഇപ്പൊ മന്ത്രിയുടെ വാർത്താ സമ്മേളനം കുറച്ച് മുന്നേ കണ്ടല്ലോ, മന്ത്രിയുടെ MLA ഓഫീസിന്റെ 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ മിനിഞ്ഞ ശനിയാഴ്ച 5 ആളിന് പട്ടി കടിച്ചു.
അഞ്ചാളെ പട്ടി എടുത്തു തൃത്താലയിൽ കൂറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ കൂറ്റനാടാ ശരിക്കും, ഞാൻ പ്രോപ്പറായിട്ട് സ്ഥലം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അഞ്ചാളെ പട്ടി കടിച്ച് മാത്രമല്ല ഒരു വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുനായന് കടിച്ചു. ആ പട്ടി ഇന്നലെ ചത്ത് കിടക്കാണ്. ഇതിങ്ങനെ വളർന്നു ഇത് ഫണ്ടിന്റെ പ്രശ്നമാണ്. ഉത്തരവാദിത്വം ഫണ്ടില്ലാതെ തുറന്നു പറയുന്നത് അതാണ് പ്രശ്നം. ഒരു പട്ടീനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 800 രൂപയുടെ കൂലി കൊടുത്തിരുന്നാണ് പറയുന്നത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഫണ്ട് 3 മാസത്തോളം ഫണ്ട് ബ്ലോക്കായ കാരണം അവരാ പണി നിർത്തി. അതാണ് എന്റെ വിഷയം. ഇനി ഇതില് വേറൊരു പ്രശ്നം പറയുന്നത് ഇപ്പൊ ഒരു വർഷത്തിന്റെ ഉള്ളിൽ 21 ആള് പേപ്പട്ടി കടിച്ച് മരിച്ചിട്ടുണ്ട്. 1-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 28-ാമത്തെ ദിവസം, അങ്ങനെ 4 വാക്സിനാണ് ഓൾറെഡി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 വാക്സിൻ എടുത്തിട്ടാണ് 21 ആൾ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചത്. ഇപ്പൊ പറഞ്ഞു അപ്പൊ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ലൂയി പാസ്റ്റർ ഈ മരുന്ന് കണ്ടുപിടിച്ചു വന്നിട്ട് കള്ളത്തരൊന്നുമില്ല. ഇത് എന്താ വീണ്ടും കേരളയ്ക്ക് മരിക്കണമെന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ മരുന്നിൽ കാലപ്പഴക്കത്തിനുള്ള മരുന്നാണ്. അതാണ് പ്രശ്നം. അതും അംഗീകരിക്കുന്നില്ല. ഇതിപ്പോ ഇങ്ങോട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ABC കണക്കോ സർക്കാരിന്റെ കണക്കോ ഒന്നും ഇത് ജനങ്ങൾ ഇനി എന്താ ചെയ്യുന്നത്? ജനങ്ങൾ എന്ത് ചോദിച്ചാൽ ഭക്ഷണത്തിലൊക്കെ വിഷം കൊടുത്ത് കൊല്ലലും. അപ്പൊ ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അപ്പൊ ഫണ്ടുണ്ടാവും നിങ്ങളെ കൊണ്ട് കുഴിച്ചിടാൻ വേണ്ടിട്ട്. അങ്ങനെ അവസാനിക്കുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എല്ലായിടത്തും ആ പ്രശ്നമാണ്. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിന് സമീപത്തും ആളുകൾ പേപ്പട്ടി കടിയേറ്റ് വീഴുകയാണ്. അപ്പോൾ ഇത് മന്ത്രി കുറെ കൂടെ ഗൗരവത്തിൽ ഈ വിഷയം എടുക്കണം. ഇതിങ്ങനെ ഒരു ചെറിയ പ്രശ്നമായി ഇത് ഇങ്ങനെ കണ്ടാൽ പോരാ എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് വരുന്നത്. കൃഷ്ണൻകുട്ടി മണിമണ്ണിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, മണിമണ്ണിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ എങ്ങനെയാണ് ഈ പ്രശ്നം രൂക്ഷമാണോ? ഈ ദയാവാദം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി കരുതുന്നുണ്ടോ? നമസ്കാരം. എനിക്ക് ശ്രീ മനുവിനോട് താങ്ക്സ് പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം 2 ദിവസമായിട്ട് വിളിച്ചിട്ടുണ്ടായില്ല. അതായത് അന്ന് ഞാൻ വിളിച്ചതിന് ശേഷം ആരോ വിളിച്ച് ഞാൻ ദീർഘനേരം സംസാരിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ അതിനോട് പ്രതികരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്ന ഭാഷ വളരെ മാന്യമാണ്. അത് ആർക്കും വേദന ഉണ്ടാക്കുന്ന ഭാഷയല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിന് പ്രത്യേക താങ്ക്സ് പറയുന്നു. ഞാനാണ് അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കുന്നത്. കാരണം എത്ര നമ്മൾ ക്ഷുഭിതരായി അങ്ങോട്ട് കൊണ്ട് തർക്കിക്കുമ്പോഴും ഒരിക്കലും നമ്മളൊരു കൃത്യമായ ഒരു സഭ്യതയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിത് പൊതു അഭിപ്രായം എന്ന നിലയിൽ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് വേണ്ടത്. അത് അങ്ങേ ഒരു മാതൃകയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സത്യവുമാണ്. അതിനൊരു കാരണമുണ്ട്, അതും കൂടെ പറയാം. അതായത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലമായിരിക്കും, ഒരുപക്ഷെ പോയിട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ല. അന്ന് ഞാൻ എന്തോ ഒരു വീട്ടിൽ വെച്ചിട്ട് എന്റെ വായിൽ നിന്ന് ഒരു അസഭ്യ ഭാഷ പുറത്തു വന്നു. അത് ആരോ മുതിർന്ന ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോ എന്റെ അമ്മ ചെയ്തത് എന്താന്ന് വെച്ചാല് എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഒരു കാന്താരിമുളക്, നല്ല പഴുത്ത കാന്താരിമുളക് എടുത്തിട്ട് എന്റെ നാക്കയിൽ ഉടച്ചു. ഇനി ഇതുപോലുള്ള വർത്താനം പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. അന്ന് നമുക്കൊക്കെ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കുട്ടികളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ അതൊക്കെ ചെയ്താൽ വലിയ കേസാവും. ആ ഒറ്റ കാരണത്തോടെ ഞാൻ നന്നായി. അതാണ് കാരണം. ഇനി ഇതിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോഴേക്കും നിയമം ഏതായാലും ഇതുങ്ങളെ കൊല്ലുന്നതിന് അനുകൂലമല്ല. പക്ഷേ എന്റെ വീട്ടിലുണ്ട് നായ. അതൊരു പെണ്ണാണ്. അതിനെ ഞാൻ പേടിച്ചിട്ട് കൊണ്ടുപോയി പറഞ്ഞ ഇത് ചെയ്തു. എന്താണ് അതിനെ ഓപ്പറേറ്റ് ചെയ്തു, പ്രസവം നിർത്താനായിട്ടുള്ള. അംഗീകരിച്ചു. ചില 5000 രൂപയാ, ചെറിയ തുകയല്ല. അംഗീകരിക്കാനോ? 5000 രൂപ. അത് പ്രൈവറ്റ് ഡോക്ടറെ കൊണ്ടാണ് ചെയ്യിച്ചത്. അടുത്തുള്ള മൃഗാശുപത്രി അതിനുള്ള സൗകര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോ അത് പിന്നെ അന്വേഷിച്ച് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്ത് 5000 രൂപ ചെലവാക്കി. അതുകൊണ്ട് അതിന് വംശവർദ്ധനം ഉണ്ടായില്ല എന്ന് ഉറപ്പാക്കി. പിന്നെ ഈ പറഞ്ഞ പേ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ട്. എന്നാലും ഈ പ്രശ്നം നമ്മുടെ കേരളത്തിലെമ്പാടും ഉണ്ട്, ഇന്ത്യയിലും എമ്പാടും ഉണ്ട്. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നിയമം മാറിയൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുണ്ടല്ലോ, UN സംഘടനകളുണ്ടല്ലോ, DYFI ഉണ്ട്, MSF ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, BJPയുടെ യുവമോർച്ചയുണ്ട്, SFIക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ ചെയ്യേണ്ടത് നമ്മുടെ പോളിയോ വാക്സിന്റെ ഒരു ഡ്രൈവ് വരുമല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഇതില്ലാതാക്കുന്ന സംഭവം. പോളിയോ വാക്സിൻ കൊടുക്കും ഒറ്റ ദിവസം കൊണ്ടാ കേരളത്തിലെമ്പാടും. അതേപോലെ ചില നാടൻ പ്രയോഗങ്ങളുണ്ട്. ഈ കാഞ്ഞിരത്തിന്റെ തൊലിയും വേരും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ചിക്കനൊക്കെ കറി വെച്ചിട്ട് ഓരോ കഷ്ണം ഇതുങ്ങൾക്ക് കൊടുത്താൽ അതോടെ തീർന്നോളൂ. പക്ഷെ അങ്ങനെ പണ്ടൊക്കെ ഒരു പഞ്ചായത്തിലെ ആളുകളെല്ലാം ചെയ്ത് അവരെയൊക്കെ പിന്നെ സുപ്രീം കോടതി നേരിട്ട് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു സംഭവം ഓർമ്മയില്ലേ? ഞാൻ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നത് അതേന്നെ. അങ്ങനെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങളൊക്കെ നിശബ്ദരായിട്ടിരിക്കണം, പോലീസ് നിശബ്ദരായിട്ടിരിക്കണം. ഇവര് രഹസ്യമായിട്ട് തീരുമാനം എടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമുള്ളൂ ഇത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ TV ഇതിനകത്ത് സംസാരിക്കുന്നവരുടെ വരെ വീട്ടിൽ തന്നെ നായ്ക്കൾ ഉണ്ടാവും.
പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം വലിയ സദാചാരക്കാരും ഒക്കെയാണ്. അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കില്ല, നിയമമായിട്ടും പ്രശ്നം പരിഹരിക്കില്ല. നമ്മുടെ ഈ നാട്ടിലെ കാട്ടുപന്നി വരുന്നതിനെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? കാട്ടുപന്നിയെ ഇല്ലാതാക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊന്നിട്ട് അതിനെ വനംവകുപ്പുകാരെ വിളിച്ച് മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ച് കത്തിച്ച് സംസ്കരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? അവര് ഈ വെടിവെക്കുന്നവര് മണ്ണെണ്ണ ഒഴിച്ചാണോ സംസ്കരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചാണോ സംസ്കരിക്കുന്നത് അന്വേഷിക്കാൻ പോകേണ്ട ജോലിയൊന്നും വനംവകുപ്പുകാർക്കില്ല എന്ന് മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇക്കാര്യത്തിലും ചെയ്യണം. അങ്ങനെയല്ലാതെ ഇതിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഗവൺമെന്റിന് ഇതിനെല്ലാം വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് ഉത്തരവിറക്കാനും പറ്റില്ല. അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന്, ഞാനീ പറഞ്ഞ യുവജന സംഘടന എല്ലാം കൂടെ ചേർന്നിട്ട് എന്നേക്കുമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എനിക്ക് എല്ലാവരെയും ആഹ്വാനം ചെയ്യാനുള്ളത്. വ്യക്തമാണ്. ഏതായാലും ഇതൊരു വലിയ വിഷയമായി നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ഏറ്റെടുക്കേണ്ട യുവജന സംഘടനകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ശ്രീ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം അതാണ്. അപ്പോൾ സിദ്ദിഖ് എന്നോട് പറയുന്നത് നിമിഷപ്രിയയുടെ വിഷയം കൂടി പൊതുവേദി ചർച്ചയ്ക്ക് എടുക്കണം എന്നാണ്. അപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ നിമിഷപ്രിയയുടെ വിഷയം നമ്മുടെ പബ്ലിക് ഡിബേറ്റുകളിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം നമുക്ക് പൊതുവേദിയിലും എടുക്കണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ ഫലം കാണും എന്നാണ്. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് മടങ്ങി വരാൻ കഴിയും എന്നൊക്കെയാണ്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നൊരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. നമുക്കൊരു ദിവസം അത് എടുക്കാം. സിദ്ദിഖിൻ്റെ അഭിപ്രായം വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ കേസ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, വരട്ടെ, നോക്കാം. അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് പിന്നെ കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നല്ലേ? അതെ സാർ, അതെ സാർ. ശ്രീ കണ്ണൻ, ഈ തെരുവ് നായ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരുകൾ ശക്തമായി ഇടപെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സർക്കാരിന് മുന്നിൽ ഒരുപാട് പരിമിതികളുണ്ട് എന്നതും നിയമം അനുകൂലമല്ല എന്നതൊക്കെയാണ് അവർ വാദിക്കുന്നൊരു പ്രശ്നം. പക്ഷേ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇത് ഭയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ അജയ്കുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം പട്ടികടിയേൽക്കുന്ന ആളുകളുള്ളത് ഇന്ത്യയിലാണ് എന്ന കണക്കാണ് അദ്ദേഹം വയ്ക്കുന്നത്. ഞാനെടുത്തത് ഇത് രാജ്യത്തിൻ്റെ കണക്കാണ്. അത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കടിയേൽക്കുന്നത്. കേരളത്തിലും ഇത് 3 ലക്ഷത്തോളം പേരാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും എന്നാണ് ആലപ്പുഴയുടെ ഒരു സാഹചര്യം എന്താണ് ശ്രീ കണ്ണൻ? സാറേ, ഞാൻ 2018 രാവിലെ 6 മണിയായ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലാ ആശുപത്രിയുടെ കിഴക്ക് വശം, അതായത് കൊട്ടാരപ്പാലം എന്ന് പറയും, അവിടെ വെച്ച് ഒരു പട്ടി എന്റെ ബൈക്കിന് കുറുകെ ഒരു വേസ്റ്റ് ഇട്ട കിറ്റും കടിച്ചുകൊണ്ട് ചാടി വട്ടം വീണിട്ട് ഞാൻ തെറിച്ച് ആൻഡിൽ വന്ന് എന്റെ വാരിയിൽ ഇടിച്ചിട്ട് 3 വാരിയിൽ ഒടിഞ്ഞു. പിന്നെ നേരെ പട്ടിയുടെ ഒരു പ്രശ്നം ശരിക്കും അനുഭവിച്ചു, അത് കിടപ്പിലായി എന്നിട്ട് അത് പിന്നെ ശരിയായ ഡോക്ടറെ കണ്ട്. അതെ, അപ്പൊ പിന്നെ ഇവിടെ ജില്ലാശുപത്രി നേരെ അവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇത് ചെയ്തിട്ട് നേരെ വണ്ടാനത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം പിന്നെ ഡോക്ടർമാർ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് കുത്തി ഇതൊക്കെ ഇടണമെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ഒന്നും വേണമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ഇതിൽ പിന്നെ നല്ല ഡോക്ടർമാരുടെ കെയറിൽ അത് ഒന്നും കുഴപ്പമില്ലാതെ ഒരു 2 ദിവസം കിടപ്പിലായി. പട്ടി കുടിവെ ചാടി 3 മാസം കിടപ്പിലായി. ശ്വാസം വിടാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പൊ അതിനുശേഷം അപ്പോഴും ഞാൻ ഈ പട്ടീനെ ഒന്നും പറഞ്ഞു. കാരണം പട്ടി ഒരു വേസ്റ്റ് കിറ്റും കടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ആ പട്ടിക്ക് എന്നെ മറ്റേ വാഹനങ്ങളും കണ്ടുകൂടാ. അപ്പം നമ്മൾ ഇതിന്റെ ഒരു നമ്മളിപ്പം ഈ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ കൊണ്ട് നേരെ റോഡിലേക്ക് തട്ടിയേക്കുക. അപ്പം ഇത് വളരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് പറയാം, ഇതിന് എതിരെ ഇനിയിപ്പോ ഒരു നടപടിക്ക് ഇപ്പം നമുക്കറിയാം ഈ വാക്സിനേഷൻ പിന്നെ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് ഇപ്പൊ ഇതിന്റെ കമ്മീഷൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ഇത് നമ്മൾക്ക് പിന്നെ നിർത്തലാക്കാൻ സാധിക്കുന്ന ഒരു ഈ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ ഉള്ള നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അവര് ഇത് ഒഴിവാക്കാൻ പറ്റുള്ള ഒരു പണ സമാഹരണം നടത്തണം. അപ്പം ആ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ട് ഇതിനു വേണ്ടി പ്രത്യേകം അതിപ്പോ ഗവൺമെന്റുകൾക്ക് സാമ്പത്തികം ഇല്ലെന്നില്ല. അപ്പൊ അങ്ങനെ ആ പൈസ കൊണ്ട് ഇത് കുറെ ആൾക്കാർക്ക് പിന്നെ ജോലിയും ആവും, ഇതിനെ നശിപ്പിക്കാനും ആവും. ഈ എന്റെ കുട്ടിക്കാലത്ത് പിന്നെ നമ്മളുടെ ഇപ്പൊ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നേരത്തെ ഒരു സാറ് പറഞ്ഞതുപോലെ
പിന്നെ സ്പോട്ടിൽ തന്നെ 2-3 പേര് വന്നിട്ട് ഇങ്ങനെ കയറെറിഞ്ഞ് വലിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ഒരെണ്ണത്തിന് ഇത്ര രൂപ വെച്ച്, അപ്പൊ അത് കുറെ ആൾക്കാർക്ക് ജോലിയുമാവും, നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടുന്ന് മാറി കിട്ടുകയും ചെയ്യും. അല്ലാതെ പിന്നെ ഇതിൽ കമ്മീഷൻ പറ്റുന്ന അടുത്തോളം കാലം ഇതൊന്നും നിർത്തലാക്കാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാർ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഗോളാന്തരം പറയുന്നത് ഇത് സർക്കാരുകളുടെ കഴിവുകേടാണ്, ഒരു ജീവിയെ കൂട്ടക്കുരുതി നടത്തണമെന്ന് പറയുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് അതിൽ പിന്നെ കൂട്ടക്കുരുതി നടത്തണമെന്നല്ല, ഇതിൽ കർശനമായ ഒരു നടപടി സർക്കാർ എടുക്കണം. അപ്പോൾ താറാവുകളെ മാസ് കള്ളിങ് നടത്തുന്നുണ്ടല്ലോ, അത് അസുഖം വരാതിരിക്കാനുള്ള, ഒരസുഖവും ഇല്ലാത്ത താറാവുകളെയും അസുഖം പടരാൻ സാധ്യതയുണ്ടെന്ന് കരുതി മാസ് കള്ളിങ് നടത്താറുണ്ട്. അപ്പോൾ ഇത് ഈ പട്ടികളുണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നം ഇത് എത്രമാത്രം നമുക്കൊരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ സർക്കാരിനുണ്ട്. അത് അനുകൂലമായൊരു വിധി കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി തന്നെ ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും ഇത് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് സിരിജഗൻ കമ്മീഷൻ ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെയൊക്കെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ തുടർന്നു പോകാൻ കഴിയില്ല, ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്ന നിലയിലേക്ക് ശക്തമായി നീങ്ങാൻ സർക്കാരുകൾ തയ്യാറാകണം. അല്ലാതെ നമുക്കിത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് ഇനി നമ്മൾ ഈ മൃഗസ്നേഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം കൂടുകയാണ്. കടിയേൽക്കുന്നവരുടെ കാര്യം അതിഭീകരമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കടിയേൽക്കുന്നത്. കടിയേറ്റതിൻ്റെ ശേഷമുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ലാഘവത്തോടെ കാണാൻ കഴിയില്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, വി സി തോമസ് പറയുന്നു വിദേശ രാജ്യങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ഒരു ശല്യവും ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ എല്ലാ വീട്ടിലും നായ്ക്കളെ വളർത്തുന്ന ശീലമുണ്ട്, അവിടുത്തെ മാതൃക ഇവിടെയും നടത്തണം എന്നാണ് പറയുന്നത്. ഞാനും സ്വന്തമായി നായ വളർത്തിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിലും പിന്നീടുമൊക്കെ വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതും അത് വളരെ കൃത്യമായി അതിനുള്ള മരുന്ന് നൽകുകയും വാക്സിനേഷൻ എടുക്കുകയും കൂടൊരുക്കുകയും അതിനുള്ള ഭക്ഷണത്തിനുള്ള അറേഞ്ച്മെൻറ്റ് നടത്തുകയും അതിന് മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷം കൃത്യമായി വീട്ടിൽ ഒന്നിലധികം ധാരാളം നായ്ക്കളെ വളർത്തിയ ഒരാളാണ് ഞാൻ. അപ്പോൾ നായയോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിരക്തിയോ ദേഷ്യമോ ഒന്നുമില്ല. കെന്നൽ ക്ലബിലെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള അംഗം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ അംഗമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു ശ്വാനസ്നേഹം അങ്ങേയറ്റമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അത് ആളുകളെ കുഞ്ഞുങ്ങളെ കടിക്കുന്ന തരത്തിലേക്ക് അത് വെക്കുമ്പോൾ അതിനെ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ഓക്കെ, സതി ബാബുരാജ് പറയുന്നു മനു ആർ യു ഓക്കെ നൗ എന്നാണ് ചോദിക്കുന്നത്. പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഹെൽത്ത് മനു, പീപ്പിൾ ത്രോ വേസ്റ്റ് ഇൻ റോഡ്സ് ആൻഡ് ദ ഡോഗ്സ് വിൽ ഗ്രോ എന്നാണ് പറയുന്നത്. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സതി ബാബുരാജിനും അവരുടെ ഭർത്താവും ഒരുമിച്ചാണ് പൊതുവേദി കാണുന്നത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട 2 പ്രേക്ഷകരാണ്. ഓക്കെ, ഷാജി ഭാസ്കർ പറയുന്നു പട്ടികളെ കൊല്ലുന്നത് സുപ്രീം കോടതി കേസ്. കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത്, വിഷമം തോന്നരുത്, ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്ക് പോയി ഓടുകയും ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഷാജി ഭാസ്കറിൻ്റെ അഭിപ്രായം വെറുതെ വളരെ വളരെ വ്യക്തമാണ്. ഓക്കെ, അപ്പം അത് കൃഷ്ണൻകുട്ടിയോട് യോജിക്കുകയാണ് ഷാജി ഭാസ്കർ. ഓക്കെ, താറാവുകളെയൊക്കെ തട്ടുന്നില്ലേ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. താറാവുകളെ വ്യാപകമായി കൊന്നെടുക്കുന്നുണ്ട്. ഓക്കെ, പൊതുജനങ്ങളോട് ചർച്ച നടത്തി വേണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തെരുവുനായ ശല്യത്തിന് തീരുമാനം എടുക്കേണ്ടത് എന്നും പറയുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ഷിജു കിരിയത്ത് അദ്ദേഹം ശംഖുമുഖത്ത് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്തെ ഒരനുഭവം യൂട്യൂബിൽ എന്നോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് അഗ്രസീവ് സ്ട്രേ ഡോഗ്സ് ഇൻസൈഡ് ടെമ്പിൾ സറൗണ്ടഡ് മീ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു കൂട്ടം നായ്ക്കൾ ആക്രമിക്കാനായി അദ്ദേഹത്തിന് അടുത്തേക്ക് നീങ്ങി. ടെമ്പിൾ അധികാരികളോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ദേ ടോൾഡ് മീ ദേ ആർ ഫെഡ് ബൈ എ ഡോക്ടർ ഓൾദോ ദേ വാണ്ട് ഹിം നോട്ട് ബട്ട് ഹി ഇഗ്നോർഡ് ദം ആൻഡ് റിപ്പീറ്റ് ദ സെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ആളുകൾക്ക് താങ്കളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. താങ്കൾ വലിയ ജന്തുസ്നേഹിയാണ് എന്ന് തെളിയിക്കുന്നതിനായി അവിടെ എവിടെയും കൊണ്ട് ഭക്ഷണം കൊണ്ടിടുകയും അത് തെരുവ് നായ്ക്കൾ അത് തിന്ന് പിന്നെ നാട്ടുകാരെ കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരെ അങ്ങ് വളരെ ദയാപൂർവം വീട്ടിലേക്ക് കൊണ്ടുപോയോ വളർത്തുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ചെറിയ സ്ഥലം എവിടെയെങ്കിലും ഏർപ്പാട് ചെയ്ത് നായ്ക്കളെ കൂട്ടത്തോടെ വളർത്താൻ പറ്റുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല തെരുവിൽ ആളുകൾക്ക് ഇവിടെ കൊണ്ടുപോയി നായ്ക്കൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയും
പിന്നീട് അവർ പൊതുശല്യമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡോക്ടർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, നമസ്കാരം. നമസ്കാരം. ഈ പ്രശ്നം കുറെ കൂടി നമുക്ക് രൂക്ഷമായി എടുക്കാൻ ഈ സർക്കാരുകൾക്ക് കഴിയേണ്ടതല്ലേ ശ്രീ റഷീദ്? ഇത് എത്ര മനുഷ്യരാണ് ഈ കടിയേറ്റുകൊണ്ട്? തിരുനായിയുടെ രൂക്ഷമായ ശല്യം തുടങ്ങി എത്ര കാലായി നമ്മൾ ഈ പറയുന്നു. നമ്മൾ ഇതിൽ തന്നെ നമ്മൾ എത്ര തവണ ഇത് ചർച്ചക്കെടുത്തു. ഭരണാധികാരികൾ അതിൻ്റെതായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല. ഈ ചില പ്രഖ്യാപനങ്ങളും ചില കടലാസ് പ്രയോഗങ്ങളും അല്ലാതെ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമുക്കറിയാലോ, ഒരു നായി കടിച്ച ഒരു കുട്ടി ഒരു മരണം നേരിൽ കണ്ടവരാണ് ഞാൻ. ആ സെല്ലില് ആ കുഞ്ഞ് കളികൾ, ഒരു നായയുടെ കളി എന്താണോ അതേ രൂപത്തിലാണ് അതിന്റെ അവസാന നിമിഷം. ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത, ഒരു രക്ഷിതാവിനോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനു പോലും നോക്കി നിൽക്കാൻ കഴിയാത്ത അത്ര ഭയാനകമാണ് ആ മരണം. അപ്പൊ ഇതൊക്കെ ഭരണാധികാരികൾക്ക് അറിയാലോ. ഈ ഒരു സിറ്റുവേഷനിൽ തെരുവ് നായയെ ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന്, അത് മാതൃകാ രൂപത്തിൽ ചെയ്യണമെന്നും അറിയാത്തവരല്ലല്ലോ ഇത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ അതിന് വ്യക്തമായ അധികാരം കൊടുക്കണം. അതിനുള്ള നിയമവ്യവസ്ഥിതിയിൽ മാറ്റം വരുത്തണം. മാറ്റം വരുത്തിക്കൊണ്ട് അക്രമകാരികളായ നായ്ക്കളെ ദയാവധം എന്നല്ല അതിന്റെ പറയുക. അതിനെന്തിന് ദയാവധം? അതിനെന്തിനാണ് ആ പേര്? ദയാവധം എന്ന് പറഞ്ഞാൽ അതൊരു മാന്യമായി പറഞ്ഞു വന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കും. ഒരു നായ ഭ്രാന്തനാണ് എന്ന് മനസ്സിലാക്കി അയാളെ ഒരു ഡോക്ടറെ കൊണ്ട് അല്ലെങ്കിൽ ആ നായ ഒരു ഡോക്ടർ വെറ്റിനറി സർജൻ സർട്ടിഫൈ ചെയ്ത് ഇത് ഒരു ജീവനുള്ള വസ്തുവിനെ കൊല്ലാനൊന്നും നമുക്ക് അധികാരം ഇല്ല എന്ത് തന്നെ. പക്ഷേ നമ്മളെ ആക്രമിക്കുന്ന മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ നായ്ക്കളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ട രൂപത്തിൽ അതിന്റെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ കൈകാര്യം ചെയ്യണ്ടേ? ഇത്ര കാലമായത് എത്ര കാലം മെലിഞ്ഞാന്ന് നിങ്ങൾ കാണിച്ചില്ലേ? ഒരു ഓട്ടോറിക്ഷ കടന്നു വരുന്നു, അതിന്റെ കുറുകെ ഒരു നായി, അത് ഓട്ടോറിക്ഷ മറിയുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളി അവിടെ വെച്ച് മരിക്കുക. അതല്ല ഈ തെരുവ് നായ്ക്കളെ കൊണ്ടുണ്ടാകുന്ന അങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ. ഞാനൊരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്, അവിടെ കണ്ണൂർ 11-കാരനായ നിഹാൽ നൌഷാദിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് അങ്ങേയറ്റം വേദനാജനകമായ സംഭവം അല്ലേ? വേദനാജനകമാണ്, കണ്ടിരിക്കാൻ കഴിയാത്ത. പിന്നെ കൊല്ലത്ത് മറ്റേ നിയ ഫൈസൽ, അതെ അതെ അതെ, എത്ര കുഞ്ഞു മക്കളൊക്കെ. തെരുവ് നായ്ക്കൾ കടിക്കാത്ത ദിനങ്ങളില്ല, നമ്മൾ കേൾക്കാത്ത വാർത്തകളില്ല. നമ്മൾ നേരിട്ടും അല്ലാതെയും നിങ്ങൾ കാണിക്കുന്ന വാർത്തകളും ഒക്കെ നമ്മൾ ദിനം പ്രതി കണ്ടു. ഇത് ഭരണാധികാരികൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് ഭരണാധികാരികൾ കണ്ണടച്ചിരിക്കുന്നു? ഞാൻ ഏതാണ്ട് ഒരു 8-9 വർഷം മുമ്പ് തന്നെ പോയി റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് ഈ സീലു അമ്മ എന്നൊരു സ്ത്രീയുടേത്. നായ ആളെ തിന്നുകയാണ്. അതെ അതെ, തിന്നുന്നത് മാത്രം കടിച്ച് ഇറച്ചി എടുത്ത് നമ്മൾ കണ്ടല്ലോ. അതെ, വല്ലാത്തൊരു സംഭവമാണ്. ഈ സംഭവത്തിന് അതിൻ്റെതായ ഗൗരവത്തിൽ ഭരണാധികാരികൾ ഇതിന്റെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ടുന്ന ക്രിയകൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റിയാസ് പാലക്കാട് നിന്ന് വിളിക്കുന്നത്. റിയാസ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? റിയാസ്, ഞാൻ മണ്ണാർക്കാട് തച്ചമ്പാറ പറയും. മണ്ണാർക്കാട്. യെസ്. എനിക്ക് തോന്നുന്നു നമ്മളൊരിക്കൽ റിയാസിനെ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം കുറെ പേർ റിയാസ് എന്നുള്ള പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നിന്നാണ് വിളിക്കുന്നത്. മണ്ണാർക്കാട് പക്ഷേ കൂടുതൽ ശല്യം വന്യമൃഗങ്ങളുടെയാണ് അല്ലേ? വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിലും ഇതുപോലെ ഈ നായക്കളുടെ ശല്യം വലിയ ശല്യമാണ്. ഇപ്പൊ ടൗണുകളിൽ ഞങ്ങൾ ജീവിക്കുന്ന ഒരു മലയോര മേഖലയും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ടൗണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ ടൗണുമായി നേരത്തെ ആരോ അതിൽ സംസാരിക്കുന്നുണ്ട്, ഏതൊരു ഡോക്ടർ ഇത്തരത്തിൽ നായകൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കും. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത് ജനങ്ങളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പല ആളുകളും ഉണ്ട്. ബിസ്ക്കറ്റ് വാങ്ങി റോട്ടിൽ ഒരുപാട് കൊടുക്കുന്നു നായകൾക്ക്. ഇത് സ്ഥിരമായിട്ട് അവിടെ വരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ വൈകുന്നേരങ്ങളിൽ ഈ നായകൾക്ക് ചില ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഈ ഭക്ഷണം കൊടുക്കും. ഇവരാരും ഈ നായകളെയോ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു സെക്ടർ ഉണ്ടാക്കി സംരക്ഷിക്കാനോ ആരും തയ്യാറാകാത്ത ആളുകളാണ്. ഇവര് പുറത്ത് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഇവര് അത് വലിയൊരു പുണ്യം കിട്ടുന്ന രൂപത്തിലേക്ക് മാറി. പക്ഷെ അത് വലിയ തരത്തിലുള്ള ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ എന്റെ അടുത്ത പഞ്ചായത്തിൽ തന്നെ ഉണ്ടായി ഒരു വാക്സിൻ എടുത്ത ഒരു കുട്ടി. ആ വാക്സിൻ എടുത്ത ശേഷം
പിന്നെ അതിന് ആ കുട്ടിക്ക് പേരകി അങ്ങനെ മരണപ്പെടുകയുണ്ടായി. കാരണം വെച്ചാൽ ഈ സർക്കാരുകൾ ഇതിനിപ്പോ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഇപ്പോ എന്റെ പ്രദേശമായ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചികിത്സ ആ വലിയ തോതിലുള്ള കടിയേറ്റ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വാക്സിൻ പറ്റാതെ വരികയാണ്. അങ്ങനെ പാലക്കാട്ടിലേക്ക് ചെല്ലുകയാണ്. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ ആ വാക്സിൻ നിലവിലില്ല എന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂരിലേക്ക് പോകുന്നു. ഇത് അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 3000, 2500, 4000 ഒക്കെ കൊടുത്ത് വലിയ തോതിലുള്ള പണം കൊടുത്തിട്ട് വേണം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വാങ്ങാൻ. ഇത് ഇത്തരത്തില് ഈ സർക്കാരുകൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഈ നാട്ടില് ഒരു പട്ടിയുടെ വില പോലും മനുഷ്യന് നൽകാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തില് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ, പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ അത് ആരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരായാലും ശരി, പിന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി, ഇതിനെതിരെ ഒന്ന് ശക്തമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ശക്തമായി രംഗത്ത് വരുന്നില്ല. ഇപ്പൊ ഞാൻ പട്ടിയെ വളർത്തുന്ന ആളാണ്. എന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ഒരു കൂടൊക്കെ വെച്ച് ഞാൻ പട്ടിയെ വളർത്തുന്നതാണ്. പക്ഷെ അതിന്റെ രൂപത്തിൽ സംരക്ഷിക്കാത്ത കുറെ ആളുകളുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ്. വളരെ സന്തോഷം റിയാസ് അവിടുന്ന് വിളിക്കുകയും റിയാസിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പൊതുവേ ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കുറേ കൂടെ ഗൗരവത്തിൽ സർക്കാരുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇനി നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാനാകില്ല. 8ഉം 10ഉം വയസ്സായ കുട്ടികളെ പട്ടിയെ കടിച്ചു കീറുന്നത്, 80ഉം 90ഉം വയസ്സായ വയോവൃദ്ധരെ കൊന്നു തിന്നുന്നത്, ഇത് ഇനി കണ്ടു നിൽക്കാൻ കേരളത്തിന് കഴിയില്ല. അപ്പോൾ ഇതിന് നിയമങ്ങളിൽ മാറ്റം വേണമെങ്കിൽ, അങ്ങനെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണമെങ്കിൽ അങ്ങനെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.